വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാണോ? അതെ അതെ അതെ, വീട്ടിന് പുറത്തിറങ്ങാനില്ല. 10 വർഷമായി കോർപ്പറേഷൻ ഇവിടെ ഓട ക്ലീൻ ചെയ്തിട്ട് പുറത്തിറങ്ങാക്കൂല. നമ്മളിപ്പോൾ നല്ല കോൺക്രീറ്റ് പൊക്കിയിട്ട് എനിക്ക് വീട്ടിനകത്ത് വെള്ളം ഇവിടുത്തെ കഴിഞ്ഞ 2 ദിവസമായി തന്നെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ മഴ ഇന്നലെ രാത്രി മുഴുവനും തകർത്ത് പെയ്ത് ഇന്ന് രാവിലെയും ഏകദേശം നല്ല രീതിയിൽ പെയ്തിരുന്നു. ഇപ്പോൾ ഏകദേശം മഴയ്ക്കൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം മണക്കാട് നിന്നും മുട്ടത്തറയിലേക്ക് പോകുന്ന മുക്കോലയ്ക്കൽ എന്ന പ്രദേശത്താണ്. മുക്കോലയ്ക്കൽ റോഡിലാണ് ഞാനുള്ളത്. ആ റോഡിൻ്റെ ഒരു സ്ഥിതി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഈ റോഡ് പൂർണ്ണമായും വെള്ളത്താൽ മുങ്ങി സമീപത്തുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം കയറി ആകെ സഞ്ചാരം പൂർണ്ണമായും ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച ഒരു നിലയിലാണുള്ളത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യത്തിൽ തന്നെ ഉള്ളതൊരു വീടിൻ്റെ മുൻവശമാണ്, ആ വീടിൻ്റെ മുറ്റമാണ്. അപ്പോൾ ആ വീടിൻ്റെ മുറ്റത്ത് വാഹനങ്ങളടക്കം വെള്ളത്തിൽ മുങ്ങി ഇരിക്കുകയാണ്. അപ്പോൾ വീട്ടുകാരെല്ലാം തന്നെ വീടിന് പുറത്തിറങ്ങാതെ വീടുകൾ അടച്ച് വീട്ടിനുള്ളിലിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ ഇരുവശങ്ങളിലെ ഓടകൾ നിറഞ്ഞതാണ് ഇത്തരത്തിൽ ഈ ഒരു സ്ഥിതിക്ക് എന്നതാണ് നമുക്ക് പ്രാഥമികമായി ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ കാര്യക്ഷമമായി ഈ മേഖലകളിൽ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യം നമ്മൾ ഈ ഘട്ടത്തിൽ ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാലത്തും ഇത്തരത്തിൽ മുക്കോലയ്ക്കൽ റോഡിൽ വെള്ളം പതിവായി കയറാറുണ്ട് എന്നതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഈ നേരത്തെ ഇതിലും കൂടുതൽ വെള്ളം നമുക്ക് ഈ സമീപത്തെ മതിലിലും അതിനോടൊപ്പം തന്നെ ഗേറ്റിലുമൊക്കെ പാട് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇതിലും ഉയരത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. ഈ ഗേറ്റിൻ്റെയൊക്കെ പകുതി വരെയും വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ആ വെള്ളം മണിക്കൂറുകൾ ഈ രാവിലെ കാര്യമായി മഴ പെയ്യാത്തതിനെ തുടർന്ന് പിന്നീട് ആ വെള്ളം ഇറങ്ങി പോവുകയായിരുന്നു. എന്നാലും ഈ വെള്ളം മോശമായ വെള്ളമാണ് എന്നതിനാൽ തന്നെ അസുഖങ്ങൾ പടരാനുള്ളൊരു സാധ്യത കൂടി ഘട്ടത്തിലുണ്ട്. ഇവിടുത്തെ പ്രദേശവാസികളായ ചേട്ടന്മാരൊക്കെ നമ്മോട് ചേർന്ന്, ചേട്ടാ ഇത് ഇവിടെ പതിവാണോ ഇങ്ങനെ? 10 വർഷമായിട്ട് ഈ ഓടകളൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. അത് ക്ലീൻ ചെയ്തിരുന്ന ഈ വെള്ളം പോകുമായിരുന്നു, പക്ഷെ അവർ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ എപ്പോൾ തൊട്ടാണ് വെള്ളം കയറാൻ തുടങ്ങിയത്? ഈ മഴ പെയ്യുമ്പോഴല്ലേ ഇവിടെ വെള്ളം തന്നെ. ഇന്നലെ തൊട്ട് കയറി തുടങ്ങി? ഇന്നലെയും ഉണ്ടായിരുന്നു, 2 ദിവസത്തിന് മുമ്പ് ഉണ്ടായിരുന്നു. മഴ പെയ്യുന്ന സമയത്തല്ലേ ഇവിടെ വെള്ളപ്പൊക്കമാണ്. അപ്പം ഇവിടുന്ന് മാറി താമസിക്കേണ്ട സ്ഥിതി മുമ്പെങ്ങാനൊക്കെ വന്നിട്ടുണ്ടോ? ഇവിടെ പലരും മാറി താമസിച്ചിട്ടുണ്ട്. ഇപ്പോഴും പലരും ഇവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ ഇവിടുത്തെ. ആരെങ്കിലും അന്വേഷിക്കാനോ അങ്ങനെ തിരക്കാനോ അങ്ങനെ ആരും വന്നിട്ടില്ല. അപ്പോൾ ഇനി മഴ പെയ്തില്ലേ എത്ര സമയം കൊണ്ട് ഈ വെള്ളം ഇറങ്ങി പോകുമായിരിക്കും? ഇനി 1-2 മണിക്കൂർ കൊണ്ട് 1-2 മണിക്കൂറിനകത്ത് ഇറങ്ങി. ചേട്ടൻ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാണോ? അതെ അതെ അതെ, വീട്ടിന് പുറത്തിറങ്ങാനില്ല. 10 വർഷമായി കോർപ്പറേഷൻ ഇവിടെ ഓട ക്ലീൻ ചെയ്തിട്ട് പുറത്തിറങ്ങാക്കൂല. നമ്മളിപ്പോൾ നല്ല കോൺക്രീറ്റ് പൊക്കിയിട്ട് എനിക്ക് വീട്ടിനകത്ത് വെള്ളം കയറണേ. റീസെൻ്റ്ലിയാണ് ചെയ്തത്, 2 വീക്സ് ആയേ ഉള്ളൂ. കാണുന്നില്ല, അതുകൊണ്ട് എൻ്റെ വീട്ടിന് അല്ലെങ്കിൽ വീട്ടിനകത്ത് വെള്ളം കയറും. മുമ്പ് പലപ്പോഴും കയറിയിട്ടുണ്ട്. ഇത് ഓട ക്ലീൻ ചെയ്യാത്തതാണ് മെയിൻ പ്രശ്നം. ഇത് ഇപ്പം വെള്ളം ഇറങ്ങുന്നതിന് മിനിമം ഒരു 6 to 8 hours എടുക്കും, 8 മണിക്കൂറെങ്കിലും എടുക്കും. എല്ലാ വർഷവും ഇത് തന്നെ പതിവ്? എല്ലാ വർഷവും ഇത് ഓടയിലെ വെള്ളമാണ്. ഇത് നിങ്ങൾ നിൽക്കുന്നതിന് നിങ്ങൾക്ക് അസുഖം പിടിക്കും. ഡെറ്റോളായിട്ട് കഴിയില്ലെങ്കിൽ അസുഖം പിടിക്കും. ഇത് മറ്റേ ഓട വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട വെള്ളമാണ്. ഇത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അത്തരത്തിൽ ഈ അവർ പേടിക്കുന്നതും ഈ ഓടയിലെ വെള്ളത്തെ തന്നെയാണ്. നമ്മളടക്കമുള്ളവരോട് ഈ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അസുഖം വരാൻ സാധ്യതയുണ്ട്, മുമ്പും അസുഖം വന്നിട്ടുണ്ട് എന്നതടക്കമുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി അവർ തരുന്നുണ്ട്. എന്തായാലും ഈ മുക്കോലയ്ക്കൽ റോഡിനും അതുപോലെ തന്നെ മണക്കാട് മുട്ടത്തറ നിവാസികൾക്കും ഇതൊരു പുതിയ കാര്യമല്ല. എത്ര നാൾ ഇങ്ങനെ സഹിക്കും, എത്ര നാൾ ഈ വെള്ളം ഇങ്ങനെ നീന്തി കടന്നു പോകുമെന്ന ചോദ്യത്തിനൊന്നും ഇവർക്ക് മറുപടിയുമില്ല. ആരും അങ്ങനെ തിരിഞ്ഞു നോക്കാറുമില്ല. എന്തായാലും ഈ 1 മണിക്കൂർ കൂടി ഇനി മഴ പെയ്യാതെ നിന്നാൽ ഈ വെള്ളം ഇറങ്ങിപ്പോകും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാർ ഉള്ളത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ പല മേഖലകളിലും സമാനമായ രീതിയിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അട്ടക്കുളങ്ങര, കിള്ളിപ്പാലം, മണക്കാട്, അതിനോടൊപ്പം തന്നെ ഈ മുക്കോലയ്ക്കൽ പ്രദേശം എല്ലാം തന്നെ ഇത്തരത്തിൽ പലയിടങ്ങളിൽ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. എന്നാൽ ഇതിൽ പലതിലും രാവിലെ മഴ പെയ്യാത്തതിനെ തുടർന്ന് വെള്ളം ഇറങ്ങിപ്പോയിട്ടുമുണ്ട്. ഇനിയൊരു മഴ പെയ്താൽ, അത് ശക്തമായി പെയ്താൽ തിരുവനന്തപുരം നഗരം വെള്ളക്കെട്ടിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല. ക്യാമറ പേഴ്സൺ ബിജു രാജനൊപ്പം ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.